കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ 10-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അന്ന് അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പറയുന്നു. എൻ്റെ പ്രിയ ദൈവമക്കൾ, നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ വെച്ച് വെള്ളത്തിനായിട്ട് മുറവിളി കൂട്ടിയപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ പാറയുടെ പുറത്ത് നിൽക്കാം, നീ എൻ്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അടിച്ചാൽ മതി, അപ്പോൾ ജനത്തിന് കുടിക്കാനുള്ള വെള്ളം വരും എന്ന്. അങ്ങനെ പാറപ്പുറത്ത് അടിച്ചപ്പോൾ വെള്ളം വന്നു. പക്ഷേ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുകയാണ്, ആ ഒരു പാറ എന്ന് പറയുന്നത് അത് ക്രിസ്തു ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രിസ്തു എപ്പോഴും അന്ന് ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇനി ആ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്ന ആ ക്രിസ്തു നമ്മുടെ ജീവിത അന്ത്യത്തോളം നമ്മോട്, ആ ഒരു ഇസ്രായേൽ ജനങ്ങളോട് കൂടെ നടന്നതുപോലെ നമ്മോടും നടക്കുമെന്ന് ഈ വചനപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് നമ്മുടെ എല്ലായ്മകളും കഷ്ടങ്ങളും ദൈവസന്നിധിയിൽ ക്രിസ്തുവിനോട് നാം പറയുമ്പോൾ നിർബന്ധമായിട്ടും അത് നമുക്കൊരു വിടുതൽ കിട്ടും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഒരു പാറയായി കർത്താവെ വെള്ളവുമായി ഇസ്രായേൽ ജനങ്ങളെ കൂടെ നടന്നതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ദാഹജലമായിട്ടും നമുക്ക് മന്നയായിട്ടും അങ്ങ് കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.